ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ജോഗ്രഫിയിലെ 7th ചാപ്റ്ററാണ് ത്രൂ ദ സാൻഡി എക്സ്പാൻസ്. കാര്യം നിങ്ങൾക്ക് എക്സാമിന് 6th ചാപ്റ്റർ ഇല്ല, അതുകൊണ്ട് നേരെ 7th പോവുകയാണ്. നമുക്ക് നോക്കാം 7th ചാപ്റ്റർ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഡിസ്ക്രിപ്ഷനാണ് അല്ലേ, ഒരു നോവലിൽ നിന്നും ഗോട്ട് ഡേയ്സ് എന്ന് പറയുന്ന ബെന്യാമിൻ എഴുതിയിരിക്കുന്ന ഈ ഒരു ബുക്ക്. അപ്പോൾ നിങ്ങളിതെല്ലാവർക്കും അറിയായിരിക്കും. കാര്യം ഈ ഇടയ്ക്ക് നമ്മുടെ ആടുജീവിതം സിനിമ ഇറങ്ങിയതാണ്. നജീബിൻ്റെ കഥ നിങ്ങൾക്കറിയാം. അപ്പോൾ നജീബ് എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ച കുറേ വിഷമങ്ങളും കാര്യങ്ങളും അല്ലേ, മരുഭൂമിയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടതും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഈ ഒരു ബുക്ക് യഥാർത്ഥമായിട്ട് എഴുതുന്നത് ബെന്യാമിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നജീബിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന്, അവർ പോയപ്പോൾ സാൻഡിൽ കണ്ടത് ദ അറ്റ്മോസ്ഫിയർ വാസ് റെഡ്, ദർ വാസ് ഓൺലി ഡസ്റ്റ് ഇൻ ദ എയർ, ഐ കുഡ് നോട്ട് സീ എനിത്തിങ് അഹെഡ്, ഇറ്റ് വാസ് സാൻഡ് എവരിവെയർ അല്ലേ. അപ്പോൾ ഡെസേർട്ടിൽ മുഴുവൻ സാൻഡാണ്, ഇവർക്കൊന്നും കണ്ടുകൂടാ. മുഴുവൻ അവിടുത്തെ ഒരു അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി റെഡിഷ് കളറിലാണ് കിടക്കുന്നത്. ആൻഡ് എയറിൽ, വായുവിൽ ഫുള്ള് ഡസ്റ്റ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് സാൻഡിൻ്റെ. വി വെയർ ഓൾമോസ്റ്റ് ഡീപ്പ് വേസ്റ്റ് ഡീപ്പ് ഇൻ സാൻഡ്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഒരു പകുതി ഭാഗവും മണ്ണിൽ താഴ്ന്നിരിക്കുന്ന അവസ്ഥയാണ്. മോർ ദാൻ വാട്ട് അമേസ്ഡ് വൺ വാസ് ദ ഫാക്ട് ദാറ്റ് ദ സാൻഡ് മൗണ്ടൻ ഇൻ ഫ്രണ്ട് ഓഫ് മീ ഹാഡ് മൂവ്ഡ് അഹെഡ് ആസ് ഇഫ് എ മാപ്പ് ഹാഡ് ബീൻ റീഡ്രോൺ ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അപ്പം ഈ ഒരു നജീബിനെ അല്ലെങ്കിൽ ഈ ഗോഡ് ഡേയ്സിലെ ബെന്യാമിൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അവരെ അതിശയിപ്പിച്ചത് ഈ സാൻഡ് മൗണ്ടൻ അല്ലെങ്കിൽ സാൻഡ് ഡ്യൂൺ എന്ന് വിളിക്കും. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ കാറ്റടിച്ച് മണ്ണ് കൂടി ഒരിടത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സാൻഡ് ഡ്യൂണുകൾ അല്ലെങ്കിൽ സാൻഡ് മൗണ്ടൻ ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഇവർ പോകുന്തോറും ഈ സാൻഡ് ഡ്യൂൺ അല്ലെങ്കിൽ സാൻഡ് മൗണ്ടൻ എന്ത് ചെയ്യുകയാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്ത്. അതായത് ഒരിടത്തിരുന്ന മൗണ്ടൻ കുറേ ദൂരം കഴിഞ്ഞ് ഇവർ നടന്നെത്തിയപ്പോൾ അത് കുറച്ച് മാറി ഇപ്പുറത്തേക്ക് എത്തി. അപ്പോൾ അതങ്ങനെ നടക്കാറുണ്ട് കേട്ടോ ഡെസേർട്ടിൽ. കാര്യം സാൻഡ് മൗണ്ടൻ അനങ്ങുക എന്ന് വെച്ചാൽ ഈ കാറ്റടിച്ച് മണൽത്തരികളെ പറക്കി അപ്പുറത്തിട്ട് അവിടെ ഒരു സാൻഡ് ഡ്യൂൺ ആവും. അങ്ങനെ ഈ ഒരു സാൻഡ് ഡ്യൂൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലും ബെന്യാമിനെ അല്ലെങ്കിൽ നമ്മുടെ നജീബിനെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. സോ യു ഹാവ് റെഡ് ആൻ എക്സ്പേർട്ട് ഫ്രം ദ നോവൽ ഗോഡ് ഡേയ്സ് റിട്ടൺ ബൈ വെൽ നോൺ നോവലിസ്റ്റ് ബെന്യാമിൻ. ദ സ്റ്റോറി ഓഫ് ദ നോവൽ ഈസ് റിലേറ്റഡ് ടു ദ റിയൽ ലൈഫ് സ്റ്റോറി ഓഫ് എ യങ് മാൻ ഹു മൈഗ്രേറ്റഡ് ടു ദ മിഡിൽ ഈസ്റ്റ് ഇൻ സെർച്ച് ഓഫ് എ ജോബ് ആൻഡ് ഗോട്ട് സ്ട്രാൻഡഡ് ഇൻ എ ഡെസേർട്ട് ആൻഡ് ഫോഴ്സ്ഡ് ടു ലിവ് ദെയർ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ആടുജീവിതം കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ വായിച്ച കാര്യം നമുക്കറിയാം. ഒരു യങ് മാൻ മിഡിൽ ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ അറബ് രാജ്യത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണ്. അവസാനം എവിടെ പെട്ടുപോയി, ഡെസേർട്ടിലെത്തിപ്പോയി. എന്നിട്ട് അവിടെ കുറേ വർഷത്തോളം അവിടെ തന്നെ എന്ത് ചെയ്യാണ്, ഫോഴ്സ്ഡ് ടു ലീവ്, നിർബന്ധിപ്പിച്ച് അവിടെ ഇട്ട് ജോലി ചെയ്യിപ്പിച്ച് അവനവിടെ ഇട്ടിരിക്കുകയായിരുന്നു നജീബിനെ. എല്ലാവർക്കും അറിയാമെന്നുള്ളതാണിത്. സോ യു മൈറ്റ് ഹാവ് സീൻ സച്ച് എക്സ്പാൻസീവ് ഡ്രൈ ഡെസേർട്ട്സ് വിത്ത് സ്കാൻഡി വെജിറ്റേഷൻ ഇൻ പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ്. അപ്പം നിങ്ങൾ പല ഡെസേർട്ടുകളെ കണ്ടിട്ടുണ്ട്. അവിടെയുള്ള വെജിറ്റേഷൻ എങ്ങനെയാണ്, വളരെ സ്കാൻഡിയാണ്, വളരെ കുറച്ച് പ്ലാന്റ്സും അതുപോലെ കുഞ്ഞു സ്ക്രബ്സും ഷ്രബ്സും മാത്രമൊക്കെ അവിടെ ഉള്ളൂ. So aren't these barren lands providing a unique ecosystem different from the surroundings we live in? അപ്പോൾ പറയുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടിൽ നിന്നും വളരെയധികം വ്യത്യാസമുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഈ ഒരു ബാരൻ ലാൻഡ്, അതായത് തരിശ് ഭൂമിയിൽ കിടക്കുന്നത്. നമ്മൾ താമസിക്കുന്നിടത്ത് ഒരുപാട് വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരുപാട് അനിമൽസും മൃഗങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റമാണ്. പക്ഷേ ഇവർ താമസിക്കുന്ന ഡ്രൈ ഡെസേർട്ടുകളുടെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് സച്ച് ഡെസേർട്ട്സ് ദാറ്റ് മേക്ക് ദം സ്റ്റാൻഡ് ഔട്ട് ഫ്രം അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പം ഇങ്ങനത്തെ ഡെസേർട്ടുകളിലെ പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്തെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതിന് ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഒരു അറിഡായിട്ടുള്ള ചൂടായിട്ടുള്ള ക്ലൈമറ്റാണ്. പിന്നെ നിങ്ങൾക്ക് പറയാം എക്സ്ട്രീം ടെമ്പറേച്ചർ വേരിയബിലിറ്റി, അതായത് ഈ ടെമ്പറേച്ചർ രാവിലെ ഭയങ്കര ചൂടും രാത്രി നല്ല തണുപ്പും അങ്ങനെയാണ്. അതുപോലെ തന്നെ സാൻഡ് ഡ്യൂണുകൾ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ സാൻഡ് മൗണ്ടൻസ് ഉണ്ടാകാറുണ്ട്, മണൽത്തരികൾ കാറ്റടിച്ച് ഒരിടത്ത് കൂടി ഉണ്ടാകാറുണ്ട്. പിന്നെ ലിമിറ്റഡ് വാട്ടർ റിസോഴ്സാണ്, അതായത് വളരെ കുറച്ച് മാത്രമേ ഇവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, വെള്ളം കിട്ടത്തുള്ളൂ. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പറയാമെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് പേജ് നോക്കി കഴിഞ്ഞാൽ, വാട്ട് ആർ ഡെസേർട്ട്സ്, എന്താണ് ഡെസേർട്ട്? അപ്പോൾ ഡെസേർട്ടിൻ്റെ സിമ്പിൾ ഡെഫിനേഷൻ നോക്കിയാൽ, ഡെസേർട്ട്സ് ആർ ജനറലി ദ പ്ലേസസ് ദാറ്റ് റിസീവ് ആൻ ആനുവൽ റെയിൻഫോൾ ഓഫ് ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ. ഒരു വർഷത്തിൽ മുഴുവനായിട്ട് എന്താണ് ഒരു ആനുവൽ റെയിൻഫോൾ ലഭിക്കുന്നത് 25 സെൻറ്റിമീറ്ററിലും കുറവാണ്. എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രമേ മഴ ലഭിക്കത്തുള്ളൂ. ഡു ഓൾ ഡെസേർട്ട്സ് ഹാവ് ദ സെയിം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? എല്ലാ ഡെസേർട്ടിനും ഇതുപോലെയാണോ എന്നാണ് അടുത്ത ചോദ്യം. സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ 7.1 7.2 പിക്ചർ നോക്കുക. അതിനകത്ത് 2 ടൈപ്പ് ഓഫ് ഡെസേർട്ടുകളുണ്ട്. ഒന്ന് കോൾഡ് ഡെസേർട്ട്, മറ്റൊന്ന് ഹോട്ട് ഡെസേർട്ട്.
അപ്പോൾ എന്താണ് കോൾഡ് ഡെസേർട്ട്? കോൾഡ് ഡെസേർട്ട്സ് ആർ ദ പ്ലേസസ് വിത്ത് പെർമനൻറ്റ് സ്നോ കവർ വെയർ വി എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ എപ്പോഴും മഞ്ഞിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്ലേസിനെയാണ് എന്തെന്ന് പറയുന്നത് കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ആൻഡ് അവിടുത്തെ തണുപ്പോ എക്സ്ട്രീംലി കോൾഡ്, അങ്ങേ അറ്റം തണുപ്പായിരിക്കും. എപ്പോൾ? ഒരു 3-4 മാസമല്ല, ത്രൂ ഔട്ട് ദ ഇയർ. They are found in polar regions, mountains and high plateaus of temperate regions. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്? പോളാർ റീജിയൻ, നമുക്കറിയാം നോർത്ത് പോള്, സൗത്ത് പോള്, അതുപോലെ തന്നെ മൗണ്ടൻസിൽ, പിന്നെ ടെമ്പറേറ്റ് ആയിട്ടുള്ള റീജിയൻ. നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ ഒരു എർത്തിൻ്റെ ടെമ്പറേറ്റ് സോണുകൾ എവിടെയൊക്കെയാണ്. കൂടുതലും പോളിൻ്റെ അടുത്തേക്ക് വരുന്നിടത്താണ് ഇതുപോലത്തെ എക്സ്ട്രീം തണുപ്പുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. തൊട്ട് താഴെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് കോൾഡ് ഡെസേർട്ട്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾഡ് ഡെസേർട്ടുകൾ. അപ്പോൾ ഞാനൊരു 5-6 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗോബി ഡെസേർട്ട് ഉണ്ട്, തക്ലമഗൻ ഉണ്ട്, ഗ്രേറ്റ് ബേസിൻ ഉണ്ട്, അതുപോലെ പറ്റാഗോണിയൻ ഉണ്ട്, ഗ്രീൻലാൻഡ് ഉണ്ട്, അന്റാർട്ടിക് ഡെസേർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള കോൾഡ് ഡെസേർട്ടുകൾ. ഇനി ഹോട്ട് ഡെസേർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ഹോട്ട് ഡെസേർട്ട്സ് ആർ അറിഡ് പ്ലേസസ്. അറിഡ് എന്ന് വെച്ചാൽ ചൂടുള്ള സ്ഥലമാണ്. ജനറലി ഫൗണ്ട് ബിറ്റ്വീൻ 15 ഡിഗ്രി ആൻഡ് 13 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് അലോങ് ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെന്റ്. മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് ഈ 15 ഡിഗ്രി 13 ഡിഗ്രി? അപ്പം നിങ്ങളിവിടെ പിക്ചർ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എർത്തിൽ 15 to 30 ഡിഗ്രി കണ്ടില്ലേ? ഇക്വേറ്ററിൻ്റെ മേളിലോട്ടും താഴോട്ടും ഉള്ള ഭാഗം. ഈ ഒരു ഭാഗത്താണ് കൂടുതലും ഡ്രൈ ഡെസേർട്ടുകൾ കാണുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചപ്പോൾ ടെമ്പറേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേളിലോട്ടും പിന്നെ അതുപോലെ 30 ഡിഗ്രിയുടെ താഴോട്ടും ഒക്കെയുള്ള സോണുകളെ ടെമ്പറേറ്റ് എന്ന് വിളിച്ചെങ്കിൽ ഇവിടെ കണ്ടില്ലേ 15 ഡിഗ്രി 13 ഡിഗ്രിയുടെ ഇടയിലാണ് എന്ത് കാണുന്നത്? കൂടുതലും നമ്മുടെ അറിഡ് അല്ലെങ്കിൽ ഹോട്ട് ഡെസേർട്ടുകൾ കാണുന്നത്. അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെൻറ്റ്. നമുക്കറിയാം മൊത്തം 7 കോണ്ടിനെൻ്റ് ഉണ്ട്. ഈ 7 കോണ്ടിനെൻറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കോണ്ടിനെൻറ്റുകളുടെ വെസ്റ്റ് ഭാഗത്തേക്ക്, അതായത് നിങ്ങൾക്കറിയാം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഈ വെസ്റ്റേൺ ഡയറക്ഷനിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ മാർജിനിലാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നത്? ഡെസേർട്ടുകൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ ഹോട്ട് ഡെസേർട്ടുകൾ എന്ന് വിളിക്കുന്നത്. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് ഡ്യൂറിങ് ദ ഡേ ടൈം ആൻഡ് വെരി ലോ ടെമ്പറേച്ചേഴ്സ് അറ്റ് നൈറ്റ്. അപ്പം ഈ ഹോട്ട് ഡെസേർട്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വളരെയധികം ചൂടാണെങ്കിൽ രാത്രി അതെന്താണ് വളരെയധികം തണുക്കുന്നതും കൂടെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇനി ഈ ഡെസേർട്ട് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡെസേർട്ടം വിച്ച് മീൻസ് അബാൻഡൻഡ് പ്ലേസ്. അതായത് ആരും താമസിക്കാതെ വെറുതെ കിടക്കുന്ന ഒരു ഭൂമി, അബാൻഡൻ ചെയ്ത് കിടക്കുന്ന ഭൂമിയെയാണ് ഡെസേർട്ടം എന്ന് പറയുന്നത്. ആ വാക്കിൽ നിന്നാണ് ഡെസേർട്ട് കിട്ടിയത്. ഇനി ഈ ഡെസേർട്ടുകളെ പറ്റി പഠിക്കുന്ന ആ ഒരു സ്റ്റഡി ഓഫ് ഡെസേർട്ട്സിനെ പറയുന്നതാണ് എറമോളജി എന്ന് പറയും. സോ ഇനി നെക്സ്റ്റ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ദ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഇൻ ഹോട്ട് ഡെസേർട്ട്സ്, ഫൈൻഡ് ദ റീസൺ. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാര്യം ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഡയഗണൽ ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ട്. സോ ഡയഗണൽ ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് ഡെസേർട്ടിൽ കൂടുതൽ എന്നുള്ളതിൻ്റെ കാര്യം വേറൊന്നുമല്ല, സിമ്പിളാണ്. രാവിലെ കാലങ്ങളിൽ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ കാലം 45 ഡിഗ്രി ടെമ്പറേച്ചറാണുള്ളത് ചൂട്, വൈകിട്ട് അതൊരു 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പാകുന്നു. സോ ഡയഗണൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ നമുക്കറിയാം രാവിലത്തെയും രാത്രിയത്തെയും ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസിനെയാണ് ഡയഗണൽ എന്ന് പറയുന്നത്. സോ ഡെസേർട്ടുകളിൽ ഡയഗണൽ ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് കൂടുതലായിരിക്കും. കാര്യം നമ്മൾ രാവിലെ കിട്ടിയ 45 മൈനസ് വൈകിട്ട് കിട്ടിയ 5 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു ടെമ്പറേച്ചറിനെ മൈനസ് ചെയ്യുമ്പം 40 ഡിഗ്രിയോളം എന്തുണ്ട് ഡയഗണൽ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ രാവിലെ 35 വൈകിട്ട് 29, ഡയഗണൽ ടെമ്പറേച്ചർ എത്ര? 6 മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ ഡയഗണൽ റേഞ്ച് കൂടുതലാണ്. കാര്യം രാവിലെ വളരെ ഹൈ ടെമ്പറേച്ചറും വൈകിട്ട് ലോ ടെമ്പറേച്ചറുമാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ഹോട്ട് ഡെസേർട്ട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ഡെസേർട്ടുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഒന്ന് എനിക്കറിയാം, സഹാറ ഡെസേർട്ട് അറിയായിരിക്കും. പിന്നെ നമ്മുടെ താർ ഡെസേർട്ട് ഉണ്ട്. അത് പോയിട്ട് വേറെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കലഹരി ഡെസേർട്ട് ഉണ്ട്, നാമീം ഡെസേർട്ട് ഉണ്ട്, മൊജാവ് ഡെസേർട്ട് ഉണ്ട്, തുടങ്ങിയതൊക്കെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസേർട്ട്സുകളാണ്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഹാവിൻ ടു സീൻ ദർ ഈസ് എ ഹോട്ട് ഡെസേർട്ട് ഇൻ ഇന്ത്യ ടു. അല്ലേ, നമ്മൾക്ക് അറിയാം ഇന്ത്യയിലും ഹോട്ട് ഡെസേർട്ട് ഉണ്ട്. അതേതാണ്? നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടായ താർ ഡെസേർട്ട് എന്നാണ് വിളിക്കുന്നത് അതിനെ. സോ നമ്മൾ താർ ഡെസേർട്ടിനെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം താർ ഡെസേർട്ടിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പേ താർ ഡെസേർട്ടിൻ്റെ നാച്ചുറൽ ബൗണ്ടറീസിനെ പറ്റി പഠിക്കുക. അതായത് താർ ഡെസേർട്ടിൻ്റെ നോർത്തിൽ എന്താണ്, നോർത്ത് വെസ്റ്റിൽ എന്താണ്, സൗത്തിൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബൗണ്ടറി അല്ലെങ്കിൽ
മാർജിൻ എന്നൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതിന് ഞാനൊരു മാപ്പ് കൂടെ പ്രൊവൈഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പം നോർത്ത് വെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ താർ ഡെസേർട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാമല്ലോ. അതിൻ്റെ ഒരു നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് എന്തുണ്ട്? സത്ലജ് റിവർ ബേസിനുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ വെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാലോ ഇൻഡസ് റിവർ. ആ ഇൻഡസ് റിവർ വെസ്റ്റിലോട്ടും വരുന്നുണ്ട്. മേളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒഴുകി താഴേക്ക് അങ്ങ് പോവുകയാണ്. അപ്പം താർ ഡെസേർട്ടിൻ്റെ വെസ്റ്റിൽ കൂടുതൽ ഭാഗമുണ്ട് ഇൻഡസിൻ്റെ. ഇനി സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ റാൺ ഓഫ് കച്ചുണ്ട്. അതുപോലെ ഈസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാലോ ആരവല്ലി റേഞ്ചുകളുണ്ട്. സോ ഇത്രയുമാണ് നമ്മളെ താർ ഡെസേർട്ടിൻ്റെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബൗണ്ടറികളെന്ന് പറയുന്നത്, നാച്ചുറലി ഫോം ചെയ്ത ബൗണ്ടറീസ്. സോ അതുപോലെ അടുത്ത് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് താർ ഡെസേർട്ട് ബൈ ഒബ്സർവിംഗ് ദ മാപ്പ് പ്രൊവൈഡ് ബിലോ. മാർക്ക് ദം ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ് ഓൺ മൈ അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസിൽ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങളടുത്ത് നെക്സ്റ്റ് പേജിൽ നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ സത്ലജ് കാണാം, ആരവല്ലി കാണാം, റാൺ ഓഫ് കച്ച് കാണാം, ഇൻഡസ് കാണാം. ഇതിനെ നടുക്കൊരു ഭാഗത്തായിട്ടാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ താർ ഡെസേർട്ട് ഇരിക്കുന്നത്. അപ്പോൾ താർ ഡെസേർട്ട് എന്ന് പറയുന്നത് എങ്ങനത്തെ ഒരു ഏരിയ ആണ്? എക്സ്പാൻസീവ് അറിഡ് റീജിയൻ ആണ്, വളരെ ഹോട്ടായിട്ടുള്ള ഒരു റീജിയൻ ആണ്. ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം നമ്മുടെ താർ ഡെസേർട്ട് ഉള്ളത്. ദിസ് ഡെസേർട്ട് സ്പാൻസ് ആൻ ഏരിയ അറൌണ്ട് 2 lakh square kilometers, of which 1,75,000 kilometers are located in India. വേറൊന്നുമല്ല, താർ ഡെസേർട്ടിൻ്റെ മുഴുവൻ ഏരിയ എന്ന് പറയുന്നത് 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതിൽ 1,75,000 സ്ക്വയർ കിലോമീറ്ററും ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കി എവിടെയാണ്? നമുക്ക് നോക്കാം. About 2/3 of Thar Desert in India is situated in the state of Rajasthan, and remaining portion extends over to neighboring states of Haryana, Punjab and Gujarat. അപ്പോൾ ഇത്രയും സ്റ്റേറ്റുകളിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു 2/3 ഓഫ് ദ ഡെസേർട്ടും കിടക്കുന്നത്. 2 ഭാഗം കിടക്കുന്ന ഇത്രയും സ്ഥലങ്ങളിലാണ്: രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. ഇനി പറഞ്ഞില്ലേ കുറച്ച് ഭാഗം ഇന്ത്യയിലല്ല. ബാക്കിയുള്ള 25,000 സ്ക്വയർ കിലോമീറ്റർ എവിടെയാണ് കിടക്കുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി the desert also extends into Punjab and Sindh provinces of Pakistan. അപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് ആൻഡ് സിന്ധ് പ്രൊവിൻസിലും ബാക്കി കുറച്ച് ഭാഗം താർ ഡെസേർട്ടിൻ്റെത് കിടപ്പുണ്ട്. സോ ഇതാണ് താർ ഡെസേർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. തീർന്നിട്ടില്ല. സോ ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ലൊക്കേഷൻ ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് താർ ഡെസേർട്ട്. അല്ലെ, നമ്മൾ ലൊക്കേഷനും ഇതിൻ്റെ വലിപ്പവും നമുക്ക് മനസ്സിലായി. നൗ ലെറ്റ്സ് എക്സാമിൻ ദ കണ്ടീഷൻസ് ദാറ്റ് ലെറ്റ് ടു ദ ഫോർമേഷൻ ഓഫ് താർ ഡെസേർട്ട്. എങ്ങനെ താർ ഡെസേർട്ട് ഉണ്ടായി എന്നുള്ളതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഈ പഠിക്കാൻ പോകുന്ന കാര്യം ആക്ച്വലി നിങ്ങൾ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് താർ ഡെസേർട്ട് അല്ലെങ്കിൽ രാജസ്ഥാനിൽ റെയിൻഫോൾ വളരെ കുറച്ച് കിട്ടുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് പഠിപ്പിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും പഠിക്കാൻ പോകുന്നത്. സോ ഞാനിതൊന്ന് ഓട്ടിച്ച് പറഞ്ഞുതരാം. അപ്പോൾ നോക്കിയോ, റെയിൻഫോൾ ഇൻ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ രാജസ്ഥാൻ ഈസ് വെരി സ്കാൻഡി ത്രൂ ഔട്ട് ദ ഇയർ. ഡു യു നോ വൈ? അപ്പം രാജസ്ഥാനിൽ നോക്കിക്കഴിഞ്ഞാൽ മഴ വളരെയധികം കുറച്ചേ കിട്ടാറുള്ളൂ. എന്താണ് കാരണം? യു നോ ദാറ്റ് പ്രൈമർലി ദ സൗത്ത് വെസ്റ്റ് മൺസൂൺസ് ബ്രിങ് റെയിൻ ടു ഇന്ത്യ. നമ്മളിത് പഠിച്ചതാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകളാണ് ഇന്ത്യയിൽ മുഴുവനായിട്ട് മഴ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചപ്പോൾ ദ അറേബ്യൻ ബ്രാഞ്ച് ഓഫ് ദീസ് വിൻഡ്സ് എൻറ്റേഴ്സ് ഗുജറാത്ത് ത്രൂ ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് പാസസ് പാരലൽ ടു ആരവല്ലി മൗണ്ടൻസ് വിത്തൗട്ട് എൻറ്ററിങ് ദ ഇൻറ്റീരിയർ പാർട്സ് ഓഫ് രാജസ്ഥാൻ. നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കിയേ, ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ് അറേബ്യൻ ബ്രാഞ്ച്, അല്ലെ, മൺസൂൺ വിൻസിലെ അറേബ്യൻ ബ്രാഞ്ച് നിങ്ങൾക്ക് കാണാം, അറേബ്യൻ സീ ബ്രാഞ്ച്. ഇത് ആക്ച്വലി എങ്ങോട്ടാണ് പോകുന്നത്? ദീസ് എൻറ്റേഴ്സ് ഗുജറാത്ത് ത്രൂ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. വെസ്റ്റിലുള്ള കോസ്റ്റൽ പ്ലെയിന് വഴി, അതായത് കടൽ തീരത്ത് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഗുജറാത്ത് വഴിയാണ് ഇത് ആദ്യം കയറുന്നത്. ആൻഡ് പാസസ് പാരലൽ ടു ദ ആരവല്ലി മൗണ്ടൻസ്. അതുപോലെ തന്നെ ആരവല്ലി മൗണ്ടന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വിൻഡ് പാസ് ചെയ്ത് പോകുന്നത്. വിത്തൗട്ട് എൻറ്ററിങ് ദ ഇൻറ്റീരിയർ പാർട്സ് ഓഫ് രാജസ്ഥാൻ. ഈ ആരവല്ലി മൗണ്ടൻ ഉള്ളത് കൊണ്ട് തന്നെ രാജസ്ഥാൻ്റെ ഉള്ളിലോട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ വിൻഡ് എത്തുന്നില്ല. കാര്യം ഇതൊരു വലിയ മൗണ്ടനാണ്. അപ്പോൾ ഈ വിൻഡിനെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ്റെ ഉൾഭാഗത്തിലോട്ടൊന്നും ഈ വിൻഡ് എത്തുന്നില്ല. ഈ വിൻഡിനകത്ത് ഒരുപാട് വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒരുപാടുള്ളത് കൊണ്ട് ഈ വിൻഡ് എത്തുന്നിടത്തൊക്കെ മഴ പെയ്യും. പക്ഷേ ഈ ആരവല്ലി മൗണ്ടൻ ഉള്ളത് കൊണ്ട് തന്നെ രാജസ്ഥാനിൽ ഈ വിൻഡ് എത്തുന്നില്ല. അങ്ങനെ എത്താത്തത് കൊണ്ട് തന്നെ സിൻസ് ദീസ് റെയിൻ ബിയറിംഗ് വിൻഡ്സ് ഡു നോട്ട് ഗെറ്റ് ഇൻ ടു
ദ ഇൻറ്റീരിയർ ഓഫ് രാജസ്ഥാൻ അല്ലേ. അപ്പോൾ ഈ റെയിൻ കൊണ്ടുവരുന്ന ഈ വിൻഡുകളൊന്നും രാജസ്ഥാനിൽ എത്തുന്നില്ല. അതിന് കാരണം ആരവല്ലി മൗണ്ടൻസ് തടയുന്നത് കൊണ്ടാണ്. സോ ദ ലൈക്ലിഹുഡ് ഓഫ് റിസീവിംഗ് റെയിൻഫോൾ ഫ്രം ദീസ് മൺസൂൺ വിൻഡ്സ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, പർട്ടിക്കുലർലി ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് രാജസ്ഥാൻ ഈസ് വെരി ലോ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ മൺസൂൺ വിൻഡ്സ് എവിടെ എത്താത്തത്, നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ എത്താത്തത്. അതുപോലെ തന്നെ രാജസ്ഥാൻ്റെ വെസ്റ്റിലോട്ടൊന്നും ഒട്ടും മഴ ലഭിക്കാത്തത്. അതായത് രാജസ്ഥാൻ്റെ വെസ്റ്റിലാണ് നമ്മളെ താർ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ താർ ഡെസേർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും മഴ ലഭിക്കുന്നില്ല. മഴ ലഭിക്കാതെയാണ് ഇത് എന്തായിട്ട് മാറിയത്, അവസാനം ഡെസേർട്ടായിട്ട് മാറിയത്. സോ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ചാപ്റ്റർ 2 പഠിക്കുന്നത്. സോ ആർക്കെങ്കിലും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഏത് സെക്കൻഡ് തൊട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഒബ്സർവ് ദ മാപ്പ്, ഐഡൻറ്റിഫൈ ദ മൂവ്മെൻറ്റ് ഓഫ് അറേബ്യൻ ബ്രാഞ്ച് ഓഫ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ത്രൂ രാജസ്ഥാൻ ആസ് വെൽ ആസ് ദ ലൊക്കേഷൻ ഓഫ് ദ ആരവല്ലി മൗണ്ടൻസ്. അപ്പം മാപ്പ് നോക്കിയിട്ട് ഈ ബ്രാഞ്ചൊക്കെ നിങ്ങളുടെ അടുത്ത് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. ആ മാപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത്. മനസ്സിലായി അറേബ്യൻ ബ്രാഞ്ചിലൂടെ എന്ത് കിട്ടുന്നില്ല, താർ ഡെസേർട്ടിന് മഴ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഒരു ബ്രാഞ്ച് കൂടെ ഇല്ലേ, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. അതുവഴിയും സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് വരുന്നുണ്ട്. കുറേ മഴയൊക്കെ കൊണ്ട് ആ വിൻഡുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഈ വിൻഡിന് എന്ത് പറ്റും, ദീസ് വിൻഡ്സ് ബ്ലോ പാരലൽ ടു ദ ഹിമാലയൻ മൗണ്ടൻസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിൻഡ് അടിക്കുന്നുണ്ട്. ഇത് ഹിമാലയൻ മൗണ്ടനിൻ്റെ പാരലലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പോകുന്നത്. The movement of this wind is checked by the Aravalli Mountains in the north western part of India. അവിടെയും ഈ താർ ഡെസേർട്ടിന് തടസ്സമായിട്ട് ആരുണ്ട്, ആരവല്ലി മൗണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ആരവല്ലി മൗണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ വിൻഡ് എന്ത് ചെയ്യുന്നില്ല, ഈ രാജസ്ഥാൻ്റെ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ താർ ഡെസേർട്ടിൻ്റെ ഏരിയയിലോട്ടോ ഒന്നും വരുന്നില്ല. കോൺസിക്വൻ്റ്ലി ദ താർ ഡെസേർട്ട് ആൻഡ് അഡ്ജോയിനിങ് പ്ലേസസ് ഡു നോട്ട് റിസീവ് ഫ്രം ദ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് മൺസൂൺ വിൻഡ്സ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ആരവല്ലി മൗണ്ടൻ ഇരിക്കുന്നതുകൊണ്ട് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും വരുന്ന മൺസൂൺ വിൻഡിൽ നിന്നും എന്ത് ലഭിക്കത്തില്ല, മഴ ലഭിക്കത്തില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യൻ ബ്രാഞ്ചിൽ നിന്നും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നും ആർക്ക് മഴ ലഭിക്കില്ല, നമ്മുടെ ഡെസേർട്ട് അതായത് താർ ഡെസേർട്ടിന് മഴ ലഭിക്കുന്നില്ല. ഇനി വേറൊരു റീസൺ ഉണ്ട്. ദ ഹൈ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ആൻഡ് ദ അറിഡ് വിൻഡ്സ് ഇൻ ദീസ് ഏരിയാസ് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് റെയിൻഫോൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹൈ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, വളരെയധികം വെള്ളം ഇവിടെ നിന്നും വലിച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും വെള്ളം ഒരുപാട് വലിച്ചെടുത്തു കഴിഞ്ഞാൽ മഴ ലഭിക്കണ്ടേ? അങ്ങനെയല്ല. കാര്യം വെള്ളം ഒരുപാട് വലിച്ചെടുത്ത് ഇതെന്താവണം, കൂളാവണം. വെള്ളം കൂളായി, ഒരുപാട് വെള്ളം വലിച്ചെടുത്തത് കൂളായിട്ടാണ് ക്ലൗഡായിട്ട് മാറുന്നത്. അങ്ങനെ ക്ലൗഡായിട്ട് മാറിയാൽ മാത്രമേ മഴ ലഭിക്കൂ. പക്ഷേ ഇത് ഭയങ്കര ചൂടായിട്ടുള്ള സ്ഥലമാണ്. വെള്ളം വലിച്ചെടുത്ത് വെള്ളം എന്തുപോലും ആവുന്നില്ല, കൂൾ ഡൗൺ ആയി അതൊരു വാട്ടർ ഡ്രോപ്ലെറ്റോ ക്ലൗഡായിട്ട് പോലും ഫോം ആവുന്നില്ല. അതാണ് മറ്റൊരു റീസൺ. അതുപോലെ അറിഡ് വിൻഡ്, ഇവിടെ കിട്ടുന്ന വിൻഡ് ഭയങ്കര ചൂടായിട്ടുള്ള വിൻഡാണ്. ചൂടായിട്ടുള്ള വിൻഡാകുമ്പോഴും ഈ മഴത്തുള്ളികളാവാനായിട്ട് ഈ വിൻഡും സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ക്ലൗഡായിട്ടാവാൻ ഈ വിൻഡും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ ദീസ് ഏരിയാസ് റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് റെയിൻഫോൾ. അതുകൊണ്ട് ഈ റെയിൻഫോൾ ലഭിക്കുമെന്നുള്ള എല്ലാ സാധ്യതകളും അവിടെ നഷ്ടപ്പെടുകയാണ്. A region with the same atmospheric conditions for millions of years would naturally become a desert. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം, അതായത് പ്രകൃതിയിൽ നിന്നും മൺസൂൺ വിൻഡുകളായിട്ടും മഴ ലഭിക്കുന്നില്ല, അല്ലാതെ ഈ ഒരു സ്ഥലത്തിൽ സ്വന്തമായിട്ടും മഴ ലഭിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലം കാലാകാലങ്ങളായി വർഷങ്ങളായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് എന്തായി മാറും, ഡെസേർട്ടായിട്ട് മാറും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫോർമേഷൻ ഓഫ് താർ ഡെസേർട്ട്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ഒരു പേജിനകത്തുള്ളത് എന്താണ്, ഫോർമേഷൻ ഓഫ് താർ ഡെസേർട്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാര്യം ഇത് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Next question, is the Thar Desert a rain shadow region? If so, based on which the branch of southwest monsoon winds is the Thar Desert said to be a rain shadow region? അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് താർ ഡെസേർട്ട് എന്ന് പറയുന്നത് ഒരു റെയിൻ ഷാഡോ റീജിയൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റെയിൻ ഷാഡോ റീജിയൻ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. വിൻവേർഡ് സൈഡും ലീവേർഡ് സൈഡും പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഓർമ്മയില്ലെങ്കിൽ വീഡിയോ വീണ്ടും പോയി കാണുക കേട്ടോ. ആ ചാപ്റ്റർ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം താർ ഡെസേർട്ട് റെയിൻ ഷാഡോ റീജിയൻ ആണെന്ന് ചോദിച്ചാൽ അതെ. കാര്യം താർ ഡെസേർട്ടിൽ എന്ത് കിട്ടുന്നില്ല, മഴ ലഭിക്കാത്ത സ്ഥലമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൻ ഷാഡോ റീജിയൻ ആണ്. ആൻഡ് ഇറ്റ് ലൈസ് ഇൻ ദ റെയിൻ ഷാഡോ ഓഫ് ബേ ഓഫ് ബംഗാൾ ഓഫ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിച്ച് ആർ ബ്ലോക്ക്ഡ് ബൈ ദ ആരവല്ലി മൗണ്ടൻസ് പ്രിവെൻറ്റിംഗ് റെയിൻ ഫ്രം റീച്ചിങ് ദ ഡെസേർട്ട്. അപ്പോൾ ആരവല്ലി മൗണ്ടനിലെ ഒരു ഭാഗത്ത് മഴ ലഭിക്കും,
മറ്റൊരു ഭാഗമാണ് എന്തെന്ന് മഴ ലഭിക്കാത്ത ഭാഗമാണ് റെയിൻ ഷാഡോ റീജിയൺ എന്ന് വിളിക്കുന്നത്. അത് ബേ ഓഫ് ബംഗാളിൻ്റെ ബ്രാഞ്ചിൻ്റെ റെയിൻ ഷാഡോ റീജിയനിലാണ് താർ ഡെസേർട്ട് കിടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പഠിക്കാൻ പറ്റുന്നത്. ഇനി തൊട്ട് താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രിപ്പയർ ആൻ analytic note on the role of Aravalli mountain ranges in the formation of Thar desert and present in the classroom. സോ ഇതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറ. ഞാൻ സിമ്പിളായിട്ടാണ് നോട്ട് കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മളെ ഈ ഒരു താർ ഡെസേർട്ടിനെ നമ്മൾ 2 റീജിയനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് മരുസ്ഥലി, മറ്റത് രാജസ്ഥാൻ ബാഗർ. ആദ്യം തന്നെ നമുക്ക് മരുസ്ഥലി എന്താണെന്ന് നോക്കാം. മരുസ്ഥലി ഈസ് എ വാസ്റ്റ് സാൻഡി എക്സ്പാൻസസ് വിത്ത് ഫ്യൂ ഔട്ട്ക്രോപ്സ് ഓഫ് ബെഡ് റോക്ക് കമ്പോസ്ഡ് ഓഫ് നെയ്സ്, ഷിസ്റ്റ്, അതുപോലെ ഗ്രാനൈറ്റ്സ്. അപ്പോൾ ഈ മരുസ്ഥലി എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ട് വളരെ വീതിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് എന്താണ് കാണപ്പെടുന്നത്, ഔട്ട്ക്രോപ്സ് ഓഫ് ബെഡ് റോക്ക്. അപ്പോൾ ഈ ക്രോപ്പ് എന്ന് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കില്ല അവിടെ കുഞ്ഞു കുഞ്ഞു ബുഷുകളും ട്രീസും എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഈ ഔട്ട്ക്രോപ്സ് ഓഫ് ബെഡ് റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർഫസിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, പല റോക്കുകളും കാണാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള റോക്കുകൾ ഏതൊക്കെയാണ്, നെയ്സ്, ഷിസ്റ്റ്, ഗ്രാനൈറ്റ്സ്. ഈ 3 റോക്കുകളുമാണ് ഏറ്റവും കൂടുതൽ ഈ മരുസ്ഥല എന്ന് പറയുന്ന റീജിയനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കിയോ, എന്താണ് ഗ്രാനൈറ്റ്, എന്താണ് നെയ്സ്, എന്താണ് ഷിസ്റ്റ്. അപ്പോൾ ഗ്രാനൈറ്റ്സ് ആർ കോഴ്സ് ഗ്രെയിൻഡ് റോക്സ് ദാറ്റ് ഫോം വെൻ ദ മാഗ്മ സോളിഡിഫൈസ് ബിഫോർ റീച്ചിങ് ദ എർത്ത് സർഫസ്. അപ്പോൾ നമുക്കറിയാം മാഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ വോൾക്കാനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉരുക്ക് പോലെ ഇരിക്കുന്ന സംഭവമാണ്. അത് നമുക്കറിയാം ഭൂമിയുടെ അടിയിൽ നിന്ന് എന്ത് ചെയ്യും, മേളിലോട്ട് ചൂടടിച്ച് വരും. നമ്മൾ ഈ പോർഷനും പഠിച്ചതാണല്ലേ. കാര്യം മെറ്റമോർഫിക് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, ഇതിൻ്റെയൊക്കെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു മാഗ്മ ഭൂമിയുടെ അടിയിൽ നിന്ന് എന്ത് ചെയ്യും, മേളിലേക്ക് വരികയും മേളിൽ പൂർണ്ണമായിട്ട് പുറത്ത് വരില്ല, പകരം ഇത് ചുട്ടുപഴുത്ത് മേളിലോട്ട് വന്ന് ഈ മാഗ്മ അങ്ങ് സോളിഡിഫൈ ആവും. അതായത് തണുത്തങ്ങ് ഉറഞ്ഞ് ഒരു പാറ പോലെ ആയി മാറും. അങ്ങനെ ഇരിക്കുന്ന പാറകളെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഈ നെയ്സ് എന്ന് പറയുന്നതോ ഈസ് ദ മെറ്റമോർഫോസ്ഡ് ഫോം ഓഫ് ഗ്രാനൈറ്റ് റോക്സ് ഫോംഡ് ഡ്യൂ ടു ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. അങ്ങനെയാണ് നെയ്സ് ഉണ്ടാകുന്നത്. നെയ്സ് ഉണ്ടാകുന്നത് ആക്ച്വലി ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഈ ഉണ്ടായ ഗ്രാനൈറ്റിൽ ഒരുപാടധികം ചൂടും അതുപോലെ ഒരുപാടധികം സമ്മർദ്ദവും ഒക്കെ കിട്ടി. അതിനെയാണ് മെറ്റമോർഫോസ്ഡ് എന്ന് പറയുന്നത്. വളരെയധികം ഹൈ പ്രഷറും ഹീറ്റും ഒക്കെ ഈ ഗ്രാനൈറ്റിൽ വളരെയധികം കിട്ടി അവസാനം എന്തായി മാറും, ഇതൊരു നെയ്സ് പോലത്തെ ഒരു പുതിയൊരു ലുക്കിൽ ഈ ഒരു റോക്ക് ഉണ്ടായി വരും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, ഷിസ്റ്റും ഇതുപോലെ തന്നെയാണ്. ഈസ് ഫോംഡ് മെയിൻലി ഡ്യൂ ടു മെറ്റമോർഫിസം, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഓഫ് സെഡിമെൻ്ററി റോക്സ്. അപ്പോൾ ഈ നെയ്സ് ഗ്രാനൈറ്റിൽ നിന്നും ഉണ്ടായെങ്കിൽ ഇത് സെഡിമെൻ്ററി റോക്സിന് എന്ത് സംഭവിക്കും, മെറ്റമോർഫിസം സംഭവിക്കും. അതായത് സെഡിമെൻ്ററി റോക്സിൽ ഒരുപാട് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ആയി ഒരു പുതിയ ടൈപ്പ് ഓഫ് റോക്ക് ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഷിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ മരുസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് നെയ്സും ഷിസ്റ്റും ഗ്രാനൈറ്റിൻ്റെയും ഒരു കൂട്ടമാണ്. So the bedrocks in this region prove that geologically it is the northwestern extension of peninsular plateau. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു മരുസ്ഥല എന്ന് പറയുന്ന സ്ഥലം പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ നോർത്ത് വെസ്റ്റിലേക്ക് കിടക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ ഇവിടുത്തെ ഒരു ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് എലിവേഷൻ ഓഫ് ദിസ് റീജിയൻ ഈസ് ബിറ്റ്വീൻ 200 and 250 meters above mean sea level. അപ്പോൾ ഒട്ടും ഉയരമില്ലാത്ത ഒരു താഴ്ന്ന പ്രദേശമാണ്. 200 to 250 മീറ്റർ മാത്രമേ എന്തുള്ളൂ, ഇതിൻ്റെ ആവറേജ് ആയിട്ടുള്ള എലിവേഷൻ, പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. In general, the eastern part of Maristale is rocky, while the western part is covered by shifting dunes, locally known as Drian. അപ്പോൾ ഇതിൻ്റെ മരുസ്ഥലയുടെ ഈസ്റ്റേൺ പാർട്ടിൽ ഫുള്ള് റോക്കി ആണെങ്കിൽ വെസ്റ്റേൺ പാർട്ടിൽ മുഴുവൻ എന്താണ്, ഡ്യൂണുകളാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സാൻഡ് മൗണ്ടനുകളാണ്. അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഇന്ന് പോയി കാണുമ്പോൾ സാൻഡ് ഡ്യൂണ് നമ്മളെ കൺമുന്നിലാണെങ്കിൽ ചിലപ്പോൾ നാളെ അത് നോക്കുമ്പോൾ അത് കുറച്ചപ്പുറത്തായിട്ട് നിൽക്കും. കാര്യം കാറ്റടിച്ച് മണൽത്തരികളെ ക്യാരി ചെയ്ത് അപ്പുറത്ത് കൊണ്ടിട്ട് ഇതിങ്ങനെ ഷിഫ്റ്റിംഗ് ഡ്യൂണുകളായിട്ട് മാറും. അതിനെ പറയുന്നതാണ് ദ്രിയൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എന്താണ്, രാജസ്ഥാൻ ബാഗർ. അപ്പം നോക്കിയോ, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ താർ ഡെസേർട്ട് അപ് ടു ആരവല്ലി റേഞ്ച് ഈ സെമി അരിഡ് പ്ലെയിൻ വിച്ച് ഈസ് നോൺ ആസ് ദ രാജസ്ഥാൻ ബാഗർ കാണാൻ പറ്റുന്നത് താർ ഡെസേർട്ടിൻ്റെ ഈസ്റ്റ് തൊട്ട്
ആരവല്ലി റേഞ്ചിൻ്റെ ഈ ഒരു ഏരിയ മുഴുവനായിട്ടാണ് രാജസ്ഥാൻ ഭാഗറുള്ളത്. ഇതെന്ന് പറയുന്ന ഒരു സെമി അറിഡ് റീജിയനാണ്. അറിഡെന്ന് വെച്ചാൽ നമുക്കറിയാം വളരെ ചൂടായിട്ടുള്ള റീജിയനാണ്, റെയിൻഫോൾ ഒന്നും കിട്ടൂല. പക്ഷേ സെമി അറിഡ് എന്ന് പറയുമ്പോൾ അറിഡ് റീജിയനേക്കാളും കുറച്ചുകൂടെ എന്ത് കിട്ടും, മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെയാണ് സെമി അറിഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. സോ അതിനെയാണ് രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡ്രെയിൻഡ് ബൈ സെവറൽ ഷോർട്ട് സീസണൽ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ആരവല്ലി. നമുക്ക് മനസ്സിലായി ഇതൊരു സെമി അറിഡ് റീജിയൻ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ മഴ ലഭിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, താൽക്കാലികമായിട്ടുണ്ടാവുന്ന റിവേഴ്സ്, ഈ റിവേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്, ആരവല്ലി മൗണ്ടനിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഷോർട്ട് സീസണൽ റിവേഴ്സ് എന്നാണ് പറയുന്നത്. എപ്പോഴും ഈ റിവർ കാണൂല, താൽക്കാലികമായിട്ട് ഈ റിവർ എന്ത് ചെയ്യും, സീസണലി ഈ റിവർ അവിടെ വരികയും ഈ റിവർ ഒഴുകി ഈ ഒരു രാജസ്ഥാൻ ബാഗറിലെത്തുന്നത് കൊണ്ട് തന്നെ ദീസ് റിവേഴ്സ് മേക്ക് അഗ്രികൾച്ചറൽ പോസിബിൾ ഇൻ സം പാച്ചസ് ഓഫ് ഫെർട്ടൈൽ ട്രാക്സ് കാൾഡ് റോഹി. ഇപ്പോൾ റോഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഒരു മരുഭൂമിയിൽ എന്തുണ്ട്, ചില സ്ഥലങ്ങളിൽ ഫെർട്ടൈലായിട്ടുള്ള ട്രാക്റ്റ് ഉണ്ട്. കാര്യം മഴവെള്ളം ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ റിവർ ഒഴുകി വരുന്ന ഈ ഒരു തീരങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ എന്താണ്, ഫെർട്ടൈലായിട്ടുള്ള ട്രാക്റ്റ്, അതായത് ബലഭൂഷ്ടിയുള്ള മണ്ണുണ്ട്. ഈ മണ്ണുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃഷി നടത്താൻ പറ്റും. ഈ ബലഭൂഷ്ടിയുള്ള മണ്ണുള്ള സ്ഥലങ്ങളെയാണ് റോഹി എന്ന് വിളിക്കുന്നത്. ഈവൻ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റിവർ ഇൻ ദിസ് ഏരിയ, ദ ലൂണി, ഈസ് എ സീസണൽ റിവർ വിച്ച് ഫ്ലോസ് ടുവേർഡ്സ് ദ റാൺ ഓഫ് കച്ച്. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റിവറാണ് ലൂണി. ഈ ലൂണി എപ്പോഴും കാണൂല, ഇതൊരു സീസണൽ റിവറാണ്. മഴക്കാലമൊക്കെ വരുന്ന സമയത്താണ് ഇതുണ്ടാവുന്നത്. ഇതെങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്, നമ്മുടെ താർ ഡെസേർട്ടിൻ്റെ സൗത്തിൽ കിടക്കുന്ന റാൺ ഓഫ് കച്ചിലേക്ക് ഇതെന്ത് ചെയ്യും, ഒഴുകി പോകും. ദ സാൻഡി പ്ലെയിൻ ടു ദ നോർത്ത് ഓഫ് ദ ലൂണി റിവർ ഈസ് കോൾഡ് താളി. അതുപോലെ തന്നെ ലൂണി റിവറിൻ്റെ നോർത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ ഫുള്ള് സാൻഡി പ്ലെയിൻ ആണ്, അതായത് മണ്ണ് കൊണ്ട് കിടക്കുന്ന, മരുഭൂമി കൊണ്ട് കിടക്കുന്ന ഒരു തുറന്ന പ്രദേശമാണ്. ഇതിനെ താളി എന്ന് പറയും. അപ്പോൾ ഇവിടെ റിവർ ലൂണിയെ പറ്റി പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ. റിവർ ലൂണി ഒറിജിനേറ്റ്സ് ഫ്രം ദ ആരവല്ലി മൗണ്ടൻ റേഞ്ച് നിയർ അജ്മീർ. അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നുമാണ് റിവർ ലൂണി എന്ത് ചെയ്യുന്നത്, വരുന്നത്. അതും ആരവല്ലി മൗണ്ടൻ റേഞ്ചിൽ നിന്നും. ഇറ്റ് ഈസ് എ നോൺ പെരനിയൽ റിവർ. എപ്പോഴും വെള്ളം കാണുന്ന റിവറൊന്നുമല്ല, താൽക്കാലികമായിട്ട് സീസണൽ റിവറാണെന്ന് നമ്മൾ പഠിച്ചു. റിവർ ലിൽറി, റിവർ സുക്രി, റിവർ ജവായ് ആർ ഇറ്റ്സ് മേജർ ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഈ റിവറിൽ നിന്ന് ഒഴുകി പോകുന്ന 3 ട്രിബ്യൂട്ടറികളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ട്രിബ്യൂട്ടറീസൊക്കെ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. റിവറിൽ നിന്നും ഒഴുകി സ്പ്ലിറ്റായി പോകുന്ന മറ്റ് കുഞ്ഞു കുഞ്ഞു റിവറുകളെയൊക്കെ നമുക്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയാം. ദ റിവർ ടേക്സ് ഇറ്റ്സ് നെയിം ഫ്രം സാൻസ്ക്രിറ്റ് വേർഡ് ലവണവാരി എന്ന് പറഞ്ഞാൽ സോൾട്ട് വാട്ടർ എന്നുള്ളതാണ്. കാര്യം ഇവിടുത്തെ റിവറിന് എന്താണ്, ഉപ്പിൻ്റെ അംശമൊക്കെ ഉണ്ട്. After flowing a distance of around 482 km, this river disappears to the Rann of Kutch. അങ്ങനെ ഇതൊരു 482 കിലോമീറ്ററോളം ഈ റിവർ ലൂണി ഒഴുകി ഏറ്റവും അവസാനം റാൺ ഓഫ് കച്ചിൽ എത്തിയിട്ട് എന്ത് ചെയ്യാണിത്, ഡിസപ്പിയർ ആയത്, മാഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഡൗട്ട് വരും, ഇതെങ്ങനെ മാഞ്ഞു പോകുന്നത്, എന്ന് മാജിക് ആണോ എന്ന്. മാജിക് ഒന്നുമല്ല. നമ്മൾ ഈ റാൺ ഓഫ് കച്ചിലോട്ട് എത്തുമ്പോൾ ഈ ഒരു ഏരിയ വളരെയധികം വലിയൊരു ഏരിയ ആണ്. മാത്രമല്ല ഞാൻ പറഞ്ഞ ഒരു ഉപ്പിൻ്റെ അംശം വളരെയധികം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിനെ മുഴുവനായിട്ട് ഇത് വലിച്ചെടുക്കും. അപ്പോൾ ഇത് ഇത്രയും കിലോമീറ്റർ ഒഴുകി വരുന്നതോടെ റിവർ കുഞ്ഞായി അവസാനം അതെന്താവും, ഡിസപ്പിയർ ആവും. അത് മുഴുവനായിട്ട് ഇവാപ്പറേറ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് കാണാൻ കഴിയാത്തുള്ള രീതിയിലാവും. അതിനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ രാജസ്ഥാൻ ബാഗർ റീജിയൻ എന്ന് പറയുന്ന ഒരുപാട് സോൾട്ട് ലേക്കുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മളെ സാമ്പാർ ലേക്ക് അതിലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാർജസ്റ്റ് ലേക്കാണ്, വിച്ച് ഈസ് സിറ്റുവേറ്റഡ് അബൌട്ട് 65 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് ജയ്പൂർ. നമുക്കറിയാം രാജസ്ഥാൻ ജയ്പൂർ പിങ്ക് സിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പിങ്ക് സിറ്റിയുടെ ജയ്പൂരിൻ്റെ വെസ്റ്റിൽ 65 കിലോമീറ്റർ ആയിട്ടാണ് ഈ സാമ്പാർ ലേക്ക് ഉള്ളത്. ആൻഡ് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഇറ്റ് ഒക്കുപ്പൈസ് ആൻ ഏരിയ ഓഫ് അബൌട്ട് 225 സ്ക്വയർ കിലോമീറ്റർ ഡ്യൂറിങ് ദ റെയിനി സീസൺ ബട്ട് ഷ്രിങ്ക്സ് കൺസിഡറബിളി ഇൻ ദ ഡ്രൈ സീസൺ. അപ്പോൾ ഈ ഒരു റെയിനി സീസൺ ആകുമ്പോഴേക്കും 225 സ്ക്വയർ കിലോമീറ്ററോളം ഈ ഒരു ഏരിയ എന്ത് ചെയ്യും, ഇത് വ്യാപിക്കും. അതുപോലെ തന്നെ ഡ്രൈ സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യുകയും ചെയ്യും, ഷ്രിങ്ക് ചെയ്യും, കുറഞ്ഞ് കുഞ്ഞാവുകയും ചെയ്യും. ദ ദിദ്വാന, സർഗോൾ, ഖാദു ആർ ദ അതർ ഇമ്പോർട്ടൻറ്റ് ലേക്സ് ഇൻ ദ റീജിയൻ. അപ്പോൾ ദിദ്വാന, സർഗോൾ, ഖാദു ഒക്കെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ലേക്കുകളാണ്. ദീസ് ലേക്സ് ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ സോൾട്ട് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ലേക്കുകളിൽ നിന്നുമൊക്കെ മെയിനായിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്, സോൾട്ടാണ് ഉൽപ്പാദനം നടത്തുന്നത്. So identify and locate the major salt lakes other than Sambar Lake in Rajasthan on a map using information technology and include it in my own atlas. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് മേജർ സോൾട്ട് ലേക്കുകൾ നിങ്ങളെ മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കൊടുക്കാം, എന്നിട്ട് നിങ്ങളത് മാപ്പിനകത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ,
സോ അതുപോലെ മറ്റൊരു ചോദ്യമുണ്ട്, ദ സലൈനിറ്റി ഇൻ ദ വാട്ടർ ബോഡീസ് ഓഫ് ദ താർ ഡെസേർട്ട് ഈസ് ഹൈ, വൈ? സോ അതിൻ്റെ ഉത്തരവും ഞാൻ കൊടുക്കാം. ഈ രണ്ടെണ്ണത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കാര്യം ഞാൻ ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് നിർത്തിയാണ്. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അടുത്ത പാർട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഈ ഒരു ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ഉത്തരം എന്തായാലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഈ ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട്. അതുപോലെ ഹിസ്റ്ററിയിലെയും 7th ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഹിസ്റ്ററിയിൽ ലാൻഡ് ഓഫ് ദ ചോളാസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിന് ശേഷം എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഈ ചാനലിൽ നിന്ന് എടുക്കാൻ എളുപ്പം നേരെ ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതുവഴി ജോഗ്രഫി, ഹിസ്റ്ററി കോളംസ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് എല്ലാ ചാപ്റ്ററിൻ്റെയും ഓരോ പാർട്ടായിട്ട് കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഞാൻ ടൈറ്റിൽ ഇടുന്നത് SCRT ക്ലാസ് 9th, അതിനുശേഷം ചാപ്റ്ററിൻ്റെ പേര് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെയൊക്കെയാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്താലും മതി. സിമ്പിളെന്ന് പറഞ്ഞാൽ ചാനലിൽ കയറുക, പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ജോഗ്രഫി, ഹിസ്റ്ററി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി. അങ്ങനെ എടുക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എടുക്കണമെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ട് ഇടുന്നതിന് മുമ്പേ തുടക്കം കൊടുത്തിരിക്കാം. ഓക്കെ, സോ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഉടനെ തരാം. എനിക്കറിയാം ഇനി ഒരു മാസമേ ഉള്ളൂ നിങ്ങൾക്ക് എക്സാമിന്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ സീ യു ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.